വ്യഞ്ജനാക്ഷരങ്ങൾ ലാസ്റ്റ് ഭാഗമാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. ഇന്നത്തെ 6 ലെറ്റേഴ്സോട് കൂടിയിട്ട് നമ്മുടെ വ്യഞ്ജനാക്ഷരങ്ങൾ കംപ്ലീറ്റ് ആവാൻ പോവാണ്. അപ്പോൾ എല്ലാവരും ഇതുവരെ ഉള്ളത് പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നോക്കിയേ, ഇന്ന് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പഠിക്കാൻ പോകുന്ന ഏത് ലെറ്ററാണ്? ഷായാണ് അല്ലേ? അപ്പം എങ്ങനെയാണ് ഷാ എന്ന് എഴുതുക നമുക്ക് നോക്കാം. അതിന് മുമ്പേ ഷാൻ്റെ നിക് നെയിം എന്താണ്? ഷഡ്കോൺ അല്ലേ? ഷഡ്കോൺ ആണ് കേട്ടോ നിക് നെയിം ആയിട്ട് വരുന്നത്. എന്താണ് ഷഡ്കോൺ എന്ന് പറഞ്ഞാൽ? എന്താണ് നമ്മൾ 6 വശങ്ങൾ ഉള്ളതിനെയാണ് ഷഡ്കോൺ എന്ന് പറയുന്നത്. പിക്ചറിൽ കാണുന്നുണ്ടല്ലോ അല്ലേ? എത്ര വശങ്ങളുണ്ട് അതിന്? 6 എണ്ണം ഉണ്ട്. ഇനി 4 വശങ്ങൾ ഉള്ളതിനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ചതുരം എന്നൊക്കെ പറയില്ലേ? സമചതുരം എന്നൊക്കെ പറയാറില്ലേ? അതുപോലെ 6 വശങ്ങൾ ഉള്ളതിനെയാണ് നമ്മൾ ഷഡ്കോൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഷ എന്ന് എഴുതാന്നുള്ളത് നോക്കാം. നമ്മൾ പ എന്ന് എഴുതാൻ പഠിച്ചിട്ടുണ്ടല്ലേ? അപ്പോൾ ഇത് എഴുതാൻ സിമ്പിൾ ആട്ടോ. പ എന്ന് എഴുതാൻ പഠിച്ചിട്ടുണ്ട്. എങ്ങനെ എഴുതുക? ഇങ്ങനെയാണ് പ എന്ന് എഴുതുക. പ എന്ന് എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ പ എന്ന് സ്റ്റാർട്ട് ചെയ്യില്ലേ? അവിടുന്ന് നേരെ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒരു ലൈന് വരച്ചു കൊടുക്കുക. ക്രോസ് ചെയ്തിട്ട് ഒരു ലൈന് വരക്കുന്നു, മുകളിൽ വരക്കുക. ഇങ്ങനെയാണ് ഷാ എന്ന് എഴുതുക. സിമ്പിൾ അല്ലേ? യെസ്. അപ്പോൾ നമുക്കിനി ഷഡ്കോണിലേക്ക് പോവാം അല്ലേ? മിസ് ഇത് കൂടുതലായിട്ട് പറയാത്ത നമുക്ക് അറിയാവുന്നതാണല്ലേ പ എന്ന് എഴുതാൻ. അതിനകത്ത് ജസ്റ്റ് ക്രോസ് ചെയ്തിട്ട് ഒരു ലൈന് കൊടുത്താൽ മതി. അപ്പോൾ സിമ്പിൾ അല്ലേ? അതുകൊണ്ടാണ് മിസ് അത് കൂടുതലായിട്ട് നിങ്ങൾക്ക് എഴുതി കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ നമുക്ക് ഷഡ്കോൺ എന്നെങ്ങനെയാണ് എഴുതുക എന്നുള്ളത് നോക്കാം. നമ്മളിപ്പോൾ ഷാ എന്ന് പഠിച്ചതാണല്ലേ? അപ്പോൾ മിസ് ഇവിടെ ഷാ എന്ന് എഴുതുന്നു. ഢ ചിഹ്നിട്ട് കൊടുക്കുകയാണ്. ക എന്ന് എഴുതുന്നുണ്ട്, അതിൻ്റെ ചിഹ്നം ന. ഇങ്ങനെയാണ് ഷഡ്കോൺ എന്ന് എഴുതുക. ഓക്കെ, ഷഡ്കോൺ. ഇനി നമുക്ക് നെക്സ്റ്റ് ലെറ്ററിലേക്ക് പോയാലോ? നെക്സ്റ്റ് ലെറ്റർ ഏതാണ്? സായാണ് കേട്ടോ. സ എന്ന് എഴുതുമ്പോൾ നമ്മൾ ര എന്ന് എഴുതാൻ പഠിച്ചു. അപ്പം മിസ് ഇവിടെ ര എന്ന് എഴുതി കൊടുക്കുകയാണ്. ര എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യണം? അതിൻ്റെ ഈ ഒരു സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ, ഇവിടെ നിന്ന് നേരെ ഒരു വര കൊടുക്കുക. മുകളിൽ നിന്ന് താഴേക്ക് എന്ത് ചെയ്യണം? 1 എന്ന് കൊടുക്കുക, നേരെ മുകളിൽ വരക്കുക. ഇങ്ങനെയാണ് സ എന്ന് എഴുതാം. മിസ് ഒന്നുകൂടെ എഴുതി കാണിക്കാം കേട്ടോ. നോക്കിയേ, ആദ്യം ര എന്ന് എഴുതുന്നു, അതിൻ്റെ സെൻറ്ററിൽ നിന്ന് നേരൊരു വര കൊടുക്കുന്നുണ്ട്. ഓക്കെ, നേരൊരു വര കൊടുക്കുക, എന്നിട്ട് മുകളിൽ നിന്ന് താഴേക്ക് 1 എന്ന് എഴുതാം. ഓക്കെ, 1 എന്നിട്ട് നേരെ വരക്കുക. ഇങ്ങനെയാണ് സ എന്ന് എഴുതാം. ഇനി നമുക്ക് സബ്ജിയാണ്. നിക് നെയിം സബ്ജി. എന്താണ് സബ്ജി എന്ന് പറഞ്ഞാൽ? പിക്ചർ നോക്കിയേ, വെജിറ്റബിൾ ആണല്ലേ? പച്ചക്കറിയാണ്. അപ്പം നമുക്ക് നോക്കാം സബ്ജി എന്നെങ്ങനെ എഴുതുക എന്നുള്ളത്. മിസ് ഇവിടെ സ എന്ന് എഴുതി. ഇനി എന്ത് ചെയ്യണം? ബാൻ്റെ പകുതി ഇട്ട് കൊടുക്കുന്നു, ജ എന്ന് എഴുതുന്നു, ചിഹ്നിട്ട് കൊടുക്കുന്നു. ഇങ്ങനെയാണ് സബ്ജി എന്ന് എഴുതാം. ഓക്കെ, സബ്ജി. ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, ഒന്നുകൂടെ മിസ് എഴുതി കാണിക്കാം കേട്ടോ. ഓക്കെ, സബ്ജി. ഇനി നമ്മൾ നെക്സ്റ്റ് ലെറ്ററിലേക്ക് പോവാണ് കേട്ടോ. നെക്സ്റ്റ് ലെറ്റർ ഏതാണ്? സ കഴിഞ്ഞാൽ വരുന്നതാണ് ഹ. ഹ സേ ഹൽദി. എന്താ ഹൽദി? മഞ്ഞളാണല്ലേ? മഞ്ഞളാണ് ഹൽദി എന്ന് പറഞ്ഞാൽ. അപ്പം നമുക്ക് ഹ എന്ന് എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് നോക്കാം. ഹ എന്ന് എഴുതുമ്പോൾ നമ്മൾ ആദ്യം ചെറിയ ഒരു 1 ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം? നേരെ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് കൊണ്ടുവരണം. ഓക്കെ, നമ്മൾ സ ഒക്കെ എഴുതാറില്ലേ? അതുപോലെ കൊണ്ടുവന്നിട്ട് സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഇതുപോലെ ഒരു ചിഹ്നം ഇട്ട് കൊടുക്കുക, എന്നിട്ട് മുകളിൽ വരക്കുക. ഇങ്ങനെയാണ് ഹ എന്ന് എഴുതുക. കാണുന്നുണ്ടല്ലോ അല്ലേ? സ്ക്രീനിൽ എങ്ങനെ എഴുതിയിട്ടുള്ളതെന്ന് കാണുന്നില്ലേ? ഇങ്ങനെയാണ് ഹ എന്ന് എഴുതാം. സോ ഒന്നുകൂടെ കാണിക്കാം. ചെറിയൊരു 1 ഇടുന്നു, എന്നിട്ട് റൗണ്ട് ചെയ്തിട്ട് കൊണ്ടുവരിക. അതുപോലെ താഴേന്നും ഇതേപോലെ ഒരു ചിഹ്നിട്ട് കൊടുക്കുക, മുകളിൽ വരക്കുക. ഓക്കെ, ഇങ്ങനെയാണ് ഹ എന്ന് എഴുതുക. ഇനി നമുക്ക് എങ്ങനെ ഹൽദി എന്ന് എഴുതുക എന്നുള്ളത് നോക്കാം. മിസ് ഇവിടെ ഹ എന്ന് എഴുതുകയാണ് കേട്ടോ. ഹ എന്ന് എഴുതുന്നു. ഇനി ല എഴുതുന്നുണ്ട്, പക്ഷെ ഫുള്ളായിട്ട് എഴുതുന്നില്ല, പകുതി വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യുക. ചില്ലക്ഷരം ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഹൽദി എന്നാണ്. അപ്പോൾ ഇങ്ങനെയാണത് എഴുതാം, ഹൽദി. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ഏതാ വരുന്നത്? ക്ഷ അല്ലേ? ക്ഷ സേ ക്ഷീർ എന്നാണ്. എന്താ ക്ഷീർ എന്ന് പറഞ്ഞാൽ? മിൽക്കാണ് അല്ലേ? മിൽക്ക്, പാലാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ക്ഷ എന്ന് എഴുതാമെന്ന് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇത് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും, എങ്കിലും നമുക്ക് സിമ്പിളാണ്. ആദ്യം നമ്മളൊരു 1 ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യണം? നേരെ ഒരു വര കൊടുക്കുക, ചെറിയൊരു ലൈന് കൊടുക്കുക. ലൈന് കൊടുത്തിട്ട് സ്റ്റോപ്പ് ചെയ്യരുത് കേട്ടോ. നേരെ മുകളിലേക്ക് വളച്ചിട്ട് കൊണ്ടുവരണം, റൗണ്ട് ചെയ്ത്. എന്നിട്ട് അതുപോലെ താഴേക്ക് കൊണ്ടുവരിക. നമ്മളിങ്ങനെ എസ് ഒക്കെ ഇടാറില്ലേ? ഇല്ലേ, ഇങ്ങനെ എസ് ഇടൂല്ലേ? അതൊക്കെ ഒരു മോഡലാണ് കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക? അങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മൾ ധ എന്ന് എഴുതിയിരുന്നില്ലേ? ഇങ്ങനെ താ എന്ന് എഴുതിയിരുന്നില്ലേ? അതുപോലെ ഇങ്ങനെ താഴേക്ക് കൊണ്ടുവരാം. എന്നിട്ട് മുകളിൽ ഒരു വര കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി മിസ് അതൊന്നുകൂടെ കാണിക്കാം കേട്ടോ, നോക്കിക്കോളൂ. ആദ്യം 1 എന്ന് എഴുതുന്നു, അതിൻ്റെ സെൻറ്ററിന് നേരെ ഒരു വര കൊടുക്കുക, മുകളിലേക്ക് കൊണ്ടുപോയി റൗണ്ട് ചെയ്ത് താഴേക്ക് തന്നെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ദ എന്ന് എഴുതുന്ന പോലെ എഴുതാം. എന്നിട്ട് മുകളിൽ ചെറിയൊരു ലൈൻ കൊടുക്കുക. ഇങ്ങനെയാണ് ക്ഷ എന്ന് എഴുതാം. ഓക്കെ ആണോ? ഇനി നമുക്ക് ക്ഷീർ എന്ന് എഴുതാം കേട്ടോ. ക്ഷീർ എന്ന് പറഞ്ഞാൽ മിൽക്കാണല്ലേ? അപ്പം നമ്മളിപ്പം ക്ഷ എന്ന് എഴുതാൻ പഠിച്ചിട്ടുണ്ട്. അപ്പം മിസ് ഇവിടെ ക്ഷ എന്ന് എഴുതുന്നു, അത് എൻ്റെ ചിഹ്നിട്ട് കൊടുക്കുകയാണ്. റ എന്ന് എഴുതാണ്. ഓക്കെ, ഇങ്ങനെയാണ് ക്ഷീർ എന്ന് എഴുതാം. ഓക്കെ, ക്ഷീർ. ഇനി നമ്മൾ നോക്കുന്ന നെക്സ്റ്റ് ലെറ്റർ ഏതാണ്? ത്ര എന്നാണ് കേട്ടോ.
ത്ര എന്ന് എഴുതാൻ സുഖാണില്ലേ? നമ്മൾ ഇംഗ്ലീഷിൽ കെ എന്ന് എഴുതാറില്ലേ? അത് നേരെ തിരിച്ചിട്ടാൽ മതി. അപ്പോൾ എന്തായിട്ട് മാറി? ത്ര എന്നായിട്ട് മാറി. അപ്പം നമുക്കത് നോക്കാം. അതിനു മുമ്പ് നിക് നെയിം നോക്കിയേ എന്താണ്? ത്ര സേ ത്രികോൺ. ത്രികോൺ എന്ന് പറഞ്ഞാൽ ത്രികോണം തന്നെയാണ് അല്ലേ? ട്രയാങ്കിൾ, ത്രികോണം തന്നെയാണ്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ത്ര എന്ന് എഴുതുക എന്നുള്ളത്. നമ്മൾ ഇങ്ങനെയാണ് ഇംഗ്ലീഷിൽ കെ എന്ന് എഴുതുക അല്ലേ? അപ്പം അതെന്ത് ചെയ്യുക? നേരെ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് മുകളിൽ ഒരു ലൈൻ കൊടുക്കുക. ഇങ്ങനെയാണ് ത്ര എന്ന് എഴുതുക. സിമ്പിൾ അല്ലേ ഇത്? ഒന്നുകൂടെ എഴുതി കാണിക്കാം. ആദ്യം ഒരു 1 ഇടുന്നു. സെൻറ്ററിൽ എന്ത് ചെയ്യണം? ഇതുപോലെ നമ്മൾ കെ എന്ന് എഴുതുന്ന പോലെ എഴുതാം. മുകളിൽ വരയ്ക്കാം. ക്ലിയർ? മീൻസ് ഇവിടെ എഴുതുന്ന നോക്കിക്കോളൂ കേട്ടോ. ത്രികോൺ എന്നെങ്ങനെ എഴുതുക എന്നുള്ളത്. ആദ്യം തന്നെ നമ്മൾ 3 എന്നാക്കാനുള്ള ചിഹ്നിട്ട് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ത്ര എന്ന് എഴുതുക. ക ചിഹ്നിടുന്നുണ്ട്. ന. ഇങ്ങനെയാണ് ത്രികോൺ എന്ന് എഴുതുക. ഓക്കെ, ത്രികോൺ. ഇനി നിങ്ങൾ ത്ര എന്ന് എഴുതുമ്പം ഈ ഒരു രൂപത്തിൽ എഴുതരുത് കേട്ടോ. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് മുകളിൽ വരയ്ക്കാൻ പാടില്ല കേട്ടോ. ഈ ഒരു 1ന് മുകളിൽ മാത്രമേ ലൈന് കൊടുക്കാൻ പാടുള്ളൂ. അതൊന്ന് ശ്രദ്ധിക്കണേ. ഇനി നമ്മൾ ലാസ്റ്റ് ലെറ്റർ നോക്കാം കേട്ടോ. വ്യഞ്ജനാക്ഷരങ്ങളിൽ നമ്മൾ പഠിക്കുന്ന ലാസ്റ്റ് ലെറ്റർ ഏതാണ്? ഞാ എന്നാണ് അല്ലേ? ഞാ സേ ജ്ഞാനി. എന്താ ജ്ഞാനി എന്ന് പറഞ്ഞാൽ? നമ്മൾ അറിവുള്ള ആളുകൾക്കാണല്ലേ ജ്ഞാനി എന്നൊക്കെ പറയാം അല്ലേ? യെസ്. അപ്പം എങ്ങനെയാണ് ഞാ എന്ന് എഴുതുക? നമുക്ക് നോക്കാം. നമ്മൾ ജ എന്ന് എഴുതിയിരുന്നില്ലേ? നമ്മൾ പഠിച്ചില്ലേ ജ എന്ന് എഴുതാന്? ജ എന്ന് എഴുതുമ്പം ആ സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ എന്ത് ചെയ്യുക? റൗണ്ട് ചെയ്തിട്ട് താഴേക്ക് കൊണ്ടുവന്നാൽ മതി. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് ഞാൻ എഴുതുക. സിമ്പിൾ അല്ലേ? അപ്പം മിസ് ഇങ്ങനെയല്ല കേട്ടോ സ്റ്റാർട്ട് ചെയ്യേണ്ട ഇങ്ങനെയല്ല. ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞെന്നാണ്. സ്റ്റാർട്ട് ചെയ്യേണ്ട രൂപം മിസ് പറഞ്ഞുതരാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? താഴേന്ന് മുകളിലേക്ക് റൗണ്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ജ എഴുതുന്ന പോലെ എഴുതാം. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ അല്ലേ ഇത്? ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ ഒരു റൗണ്ടാണ് ആദ്യം ഫില്ല് ചെയ്യേണ്ടത് അല്ലേ? താഴേന്ന് മുകളിലേക്ക് ഒരു 1 ഇട്ടിട്ട് റൗണ്ട് ചെയ്ത് കൊണ്ടുവന്ന് നമ്മൾ ജ എന്ന് എഴുതുന്നു. ഇത്രയേ ഉള്ളൂ. ഇനി എങ്ങനെ ജ്ഞാനീന്ന് എഴുതും? ഞാൻ എഴുതുക. ദെൻ അതിൻ്റെ ചിഹ്നിട്ട് കൊടുക്കുന്നു. നീ എന്ന് എഴുതുന്നു. ജ്ഞാനി. സിമ്പിൾ അല്ലേ? യെസ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ വ്യഞ്ജനാക്ഷരങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്വരാക്ഷരങ്ങൾ പഠിച്ചു, അതുപോലെ വ്യഞ്ജനാക്ഷരങ്ങളും പഠിച്ചു. ഇനി നമുക്ക് ചിഹ്നങ്ങൾ പഠിക്കണം അല്ലേ? അപ്പോൾ അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കൂട്ടോ. അതുകൂടെ പഠിച്ചാലേ നമുക്ക് റീഡിംഗ് ഒക്കെ കഴിയുള്ളൂ. റീഡ് ചെയ്യാനും അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ജ്ഞാനി എന്നൊക്കെ എഴുതിയിട്ടില്ലേ? അപ്പോൾ എങ്ങനെയാണ് നീ വരിക, നൂ വരിക എന്നൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ, അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പഠിക്കണം? ചിഹ്നങ്ങൾ പഠിക്കണം. അപ്പം നമുക്കത് വയ്യ പഠിക്കാം. ഇനി നോക്കിയേ, ഈ ഒരു ലാസ്റ്റ് ഭാഗത്ത് വരുന്ന എക്സസൈസ് ആണ് അക്ഷർ പഹിച്ചാൻകർ ശബ്ദിലേക്ക്. നമ്മൾ ഇതുവരെയും ചെയ്ത പോലെ തന്നെയാണ് കേട്ടോ. സ ഡേഷ്. അവിടെ ഏതാണ് വേർഡ്? ഏതാ നമ്മൾ സാ കൊണ്ട് പറഞ്ഞിട്ടുള്ളത്? അതവിടെ നിങ്ങൾ എഴുതി കൊടുക്കുക. സബ്ജി ആണല്ലേ? അതുപോലെ ഹ ക്ഷ ത്ര ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഏതാന്നുള്ളത് നിങ്ങൾ അവിടെ ചെയ്യുക കേട്ടോ. സിമ്പിൾ ആണല്ലോ, നമ്മളിപ്പോൾ പഠിച്ചല്ലേ? യെസ്. ഇനി ഇതിൽ വരുന്ന യൂണിറ്റ് ടാസ്ക് എന്താണ്? നീച്ചെ ദിയേ ഗയേ അക്ഷരോം കാ ഉപയോഗ കർക്കെ ഫ്ലാഷ് കാർഡ് ബനായേ. മിസ് ഇവിടെ താഴെ 3 ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഫ്ലാഷ് കാർഡ് നിങ്ങൾ ഉണ്ടാക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഇതോടുകൂടി നമ്മുടെ വ്യഞ്ജനാക്ഷരങ്ങൾ കംപ്ലീറ്റ് ആയി.